എന്നാലേ അമ്മ അരി അവിടെ വാങ്ങിയിട്ടിന്. നിങ്ങളെ അരിനെ ഓട്ടോറിക്ഷയിൽ കയറ്റി വിടാം. വാ പോവാ. കരിങ്കുറ്റിയിൽ അവിടുന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റി വിടാൻ കൊടുവും ചേട്ടായും പോണം കേട്ടോ. അമ്മ കൂടെ വരാം കേട്ടോ. സാധനം എല്ലാം കൂടെ മഴയല്ലേ, പോകില്ല. അതുകൊണ്ടാ കുടു കടലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പൊല്യൂഷനിൽ. പിന്നെ അവരെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ അരി വന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാങ്ങിയിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് വീണ്ടും തിരിച്ചു പോയി. എന്നിട്ടാണ് കേട്ടോ ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് വരുന്നത്. തിരിച്ച് വരുമ്പോൾ ഞാൻ ഓർത്ത് ഓട്ടോ വിളിച്ച് വിടാമെന്നൊക്കെ ഓർത്തു. പിന്നെ നോക്കുമ്പോൾ ഓട്ടോ വിളിച്ച് വിടുന്ന പൈസ എനിക്ക് വണ്ടിയിൽ എണ്ണ അടിക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ കേട്ടോ. മഴ കുറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരും കൂടെ തന്നെ വണ്ടിയിൽ തന്നെ കൊണ്ടുവന്നു കേട്ടോ. അവരെ ഓട്ടോ വിളിക്കുകയാണെങ്കിൽ 50 രൂപ ഓട്ടോറിക്ഷയ്ക്കും കൊടുക്കണം. പിന്നെ ഞാൻ എൻ്റെ വണ്ടിയിൽ എണ്ണ എത്തിക്കണം. അപ്പോൾ അതിലും ഭേദം ഞാൻ തന്നെ കൊണ്ടുവരികയാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഓട്ടോ വിളിച്ചില്ല. ഇങ്ങനെ തന്നെയാണ് കൊണ്ടുവരാറ്. പിന്നെ മഴയായതുകൊണ്ട് തോന്നിയതാണ്. ആ ചേട്ടായി മഴ കൊണ്ട് നനഞ്ഞു. ഞാനും കൂടെ കൂടി പിടിക്കാം. നമുക്ക് ഒറ്റയ്ക്ക് പിടിക്കാം. എടാ ഞാനും കൂടെ കൂടാടാ. ചെങ്ങായി ഇറങ്ങില്ല. അയ്യോ എൻ്റെ മുത്തപ്പ അമ്മ വിടണ്ട. എൻ്റെ കുട്ടി കൊണ്ടുപോയി. എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. കയറി വരുമ്പോൾ അതാ ഒന്ന് തുറന്നു കൊടുക്കണം. അപ്പോൾ ആദ്യം കൂടെ നീ അടുക്കളയിലേക്കൊന്നും കയറിയില്ലെന്ന്. അടുക്കള വായിലൊക്കെ തുറന്നിട്ടേ ഇല്ലല്ലോ. പൊട്ടുന്നില്ലേ? തിന്നോ? കുറച്ച് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ തുടങ്ങുകയാണ് കേട്ടോ. ടിവിയുടെ സൗണ്ട്. കുഞ്ഞൂരിക്ക് നമുക്ക് അമ്മ സുന്ദരി ആക്കി തരേ. എങ്ങനെ സുന്ദരിയാവാൻ മരുന്ന് കഴിക്കല്? അങ്ങനെ കിട്ടൂല കുഞ്ഞിന്. കിട്ടുവോ? നിക്കർ ഊരുണ്ടാ. ആ മരുന്ന് തേപ്പിടാനാ. മോൻചാരി പിടിച്ചേ. ബാവു മാറട്ടെ. അപ്പോൾ കൂട്ടുകാരെ കൊടുനെ അംഗനവാടി വിടാറില്ല കേട്ടോ ഒരാഴ്ചയായിട്ട്. കാരണം മുണ്ടിനീര് പോലെ അവിടെ ഒരു വീക്കുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വിടാത്തത്. പിന്നെ വന്ന് കയറി പാടുന്ന് മുറ്റടിക്കാൻ പോയില്ല കേട്ടോ. ഷായിച്ചേട്ടൻ പറഞ്ഞ നേരാ. മാസത്തിലൊരിക്കലൊന്നല്ല, ആഴ്ചയിൽ 2 വട്ടമൊക്കെ അടിക്കാറുണ്ട്. ഇന്ന് ഒരു ലോഡ് തുണി അലക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അലക്കങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അലക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഒരു 2 ബക്കറ്റ് തുണി അലക്കാനുണ്ട്. അലക്കി തീർത്തിട്ട് കയറാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അടുക്കളത്തെ പണി നോക്കിയാൽ മതിയല്ലോ. ഇപ്പോൾ വന്നപാട് അലക്കി പകുതി ആയപ്പോഴത്തേക്കും പെരും മഴ പെയ്തിട്ടോ. അപ്പോൾ മഴ പെയ്തപ്പോഴെനിക്ക് വാശി ചെയ്യുന്നു. മഴ പെയ്താലും വേണ്ടില്ല, ഞാൻ അലക്കി തീർത്തിട്ടേ കയറുള്ളൂ എന്ന് വാശി ചെയ്യുന്നു കേട്ടോ. ഇരുട്ടായി. സന്ധ്യ സമയത്ത് സത്യം പറഞ്ഞാൽ അലക്കാൻ പാടില്ല എന്നാണ്. കാണുന്ന മുതിർന്ന ആളുകളുണ്ടെങ്കിൽ അവരെന്തായാലും പറയും ഒരിക്കലും അലക്കരുതെന്ന് അറിയാം കേട്ടോ. എന്നെ നിവൃത്തികേട് കൊണ്ട് ഞാൻ കഴുകിയിട്ടതാണ്. അങ്ങനെ മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് അലക്ക് കഴിഞ്ഞ് ഞാൻ മേല് കയറി തുണി മടക്കി വെക്കാൻ കാണിച്ചു തരാട്ടോ മുഖം. അവനെ അലക്കി കയറി ഉള്ളപ്പോഴേ മീൻ നന്നാക്കണമല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചാട്ടോ വന്നത്. അപ്പോൾ മീൻ നന്നാക്കണ്ട. മീനൊക്കെ നന്നാക്കി കഷ്ണം പീസായിട്ട് വന്നതാണ്. ഇങ്ങനെയാണ് തോന്നുന്നുണ്ട് ഒച്ച കാണുന്നത്. ഇത് വലിയ കിട്ടലായിട്ടോ. ഇന്ന് ഭാഗ്യമുണ്ട്. നന്നാക്കാതെ കഴിച്ചിട്ടായി. ഇനി വേഗം കറി വെക്കാൻ നോക്കാം അല്ലേ? ആദ്യകൂട്ടാ ഉള്ളി എടുക്കും, മുളക് എടുക്കും, ഉപ്പ് എടുക്കും, ചട്ടി എടുക്കും. വേഗം എടുത്തോ, വേഗം തുടങ്ങാം. ചാക്ക് 2 കൊല്ലം തന്നാ. ഞാൻ ചാക്കും ഉണ്ടായിരുന്നു, റേഷൻ കാർഡും ഉണ്ടായിരുന്നു. എന്താ അവിടെ ചോദിക്കുന്നത്? അല്ല, ഇതിനകത്തുള്ള സാധനം ആദ്യം എടുത്താറത്.
അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ വൈകുന്നേരം പോരുമ്പോൾ അരി വാങ്ങി പോകുന്നതെന്ന് കേട്ടോ, റേഷൻ കടയിൽ കയറിയിട്ട്. പിന്നെ ഞങ്ങളതെല്ലാം മാറ്റി വെച്ചു കേട്ടോ. അരിയെല്ലാം ഓരോന്ന് ഓരോ പാത്രത്തിലേക്കൊക്കെ ആക്കിയേ. അപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ച കുറേ ആട്ടപ്പൊടി, അതുപോലെ ഓരോ സാധനങ്ങളുണ്ടാവുമല്ലോ നമ്മൾ ഉപയോഗിക്കാതെ ശ്രദ്ധയിൽപ്പെടാത്തതൊക്കെ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ പാക്കറ്റുകളൊക്കെ. അപ്പോൾ അതെല്ലാം ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്തെടുത്തിട്ടു. ആദ്യക്കുട്ടൻ്റെ പണിയായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം വൃത്തിയാക്കൽ. ആദ്യക്കുട്ടൻ അതെല്ലാം പൊട്ടിച്ച് കളയേണ്ടതെല്ലാം കളഞ്ഞ് പ്ലാസ്റ്റിക് കവറെല്ലാം വേറെ ചാക്കിലാക്കി അങ്ങനെ വേർതിരിച്ചൊക്കെ റെഡിയാക്കി തന്നത് ആദ്യക്കുട്ടനാണ്. കണ്ടില്ലേ, ആദ്യക്കുട്ടൻ അതെല്ലാം വേർതിരിച്ച് തന്നു കേട്ടോ. കുറച്ചെടുക്കും. പിന്നെ അരി അരച്ച് അപ്പം ചുടുന്ന സമയത്ത് കുറേ ദിവസങ്ങൾ അത് എടുക്കാതിരിക്കും. പിന്നെ അത് എടുക്കാനൊരു മടിയാണ്. അങ്ങനെ വന്നിട്ട് കുറച്ച് കേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അമൃതം പൊടി 1-2 പാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ബക്കറ്റിൻ്റെ അടിയിൽ 1-2 സാധനങ്ങളൊക്കെ നമ്മൾ ഈ വാങ്ങിയതും അതും ഇതൊക്കെ ശ്രദ്ധയിൽ പോവാത്തതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ആദ്യക്കുട്ടൻ്റെ പണിയായിരുന്നു കേട്ടോ തിരിച്ച് റെഡിയാക്കിയത്. അപ്പോൾ അവനത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി അലക്കി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ മടുത്തായിരുന്നു കേട്ടോ. വിശന്നിട്ട് വിറയ്ക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. എന്റെ ജോലി കേടാവൂല കൂടോ. ചൂല അയ്യോ, അതിന് തപ്പി മുപ്പിയാക്കി. നീ എന്തിന് കൊള്ളും കൂടോ? അതെടുക്കാൻ കിട്ടുമോ? ഇനിയാണെന്ന് എന്ത് പണിയാ? അമ്മ മീമി കഴുകല്ലേ. ഇങ്ങോട്ട് വാ കൂടൂ. വരൂല, കൂട്ടില്ല. അതെന്ത് മുട്ട ആദ്യക്കൂട്ടം നീ പഠിച്ചത്? ആദ്യക്കൂട്ട ഉപ്പിട്ടില്ല. വേഗം പോയി ഉപ്പൊക്കെ ഇട്. കൈ കഴുകിട്ട് പോ. കൈ കഴുകുന്നല്ല. എന്നിട്ട് വെള്ളം ഇവിടെ കൊടയും. അല്ലെങ്കിൽ വെള്ളം എല്ലാം കൂടെ അവിടെ അതിപ്പോ ആവൂലേ? തീ കുറച്ചിട്. തീ കുറച്ചോ? എന്ത് ബഹിരാകാശത്ത് പോയി? ആദ്യക്കൂട്ടം ബഹിരാകാശത്ത് പോയിട്ട് പുസ്തകം പഠിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞ വിശന്നിട്ട് ഒരു വിറയല് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ തൽക്കാലം നമുക്ക് ഇങ്ങനെ ആക്കാം. അയ്യത് ഇവിടെയും കുറച്ച് കളഞ്ഞോ? അതെന്ത് പണിയാടാ? ആദ്യം കൂടെ നല്ല സൂപ്പറായിട്ട് മുട്ട പൊരിക്കുന്ന ആയിരുന്നല്ലോ. എന്താ പറ്റിയത്? നോക്ക് എന്റെ ചട്ടീന്റെ കോലം. ആദ്യം കൂടെ നാൾ വെച്ചപ്പോ അത് സൂപ്പറായി. ആ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വേണം. ഇതൊക്കെ നല്ലതാ. ഇനി ഓഫാക്കല്ലേ. അമ്മ മീൻകറി കൊണ്ട് വെക്കട്ടെ. ചോറ് വേണ്ടാട്ടെ. ഉള്ളി കൊണ്ടുവന്നു. വിശക്കുണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, വൈകുന്നേരം വന്നിട്ട് ആ തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ടായിരുന്നെങ്കിലേ, നിങ്ങളതൊക്കെ ഒന്ന് കഴുകിയിട്ടായിരുന്നെങ്കിലേ ഇപ്പൊ ചോറാവൂലായിരുന്നു. വേണ്ടേ? മുട്ട ഉണ്ടോന്നോ? ഉണ്ടോ? ആ മുട്ട പൊരിച്ച് ചേട്ടായി തിന്നുകൂടൂ. പട്ടിണിയാ? കൂടും പട്ടിണി കിടക്കുക? പട്ടിണി കിടക്കുക? അയ്യോ, കൂടും പട്ടിണി കിടക്കുക. പട്ടിണി കിടക്കാന്ന് പറഞ്ഞാൽ എന്താ? പട്ടിണി കിടക്കാന്ന് പറഞ്ഞാൽ എന്താ? ചോറ് തിന്നാതെ കിടക്കുക. ചോറ് തിന്നിട്ടല്ലേ കിടക്കുക? ആ, കുടു പട്ടിണി കിടക്കൂലെന്നാ പറഞ്ഞേ. കുടു ആക്കുക. കുടു അമ്മ ആക്കിക്കോളാ. എന്നാ വേഗം ആക്ക്, സമയമില്ല. കറി ആയിട്ട് വേണം വരയ്ക്കാൻ തുടങ്ങി. ആ മതി മതി മതി. കുടീന്റെ കയ്യിലാക്കണ്ട, എരിയും കേട്ടോ. അമ്മയ്ക്ക് വരൂല. കണ്ട, അമ്മേന്റെ കൈ എരിയില്ലല്ലോ.
ഇല്ല. എന്തിനാ എക്കഞ്ഞ അപ്പത്തേക്ക് എക്കഞ്ഞ അവന് പറ്റിനെ വീട്ടിന് ഒക്കഞ്ഞ അപ്പത്തേക്ക് എന്തിനാ എക്കഞ്ഞേ എന്ത് ഉറുമ്പ് വരുമോ എവിടുന്ന്? പിന്നെ പിന്നല്ല നോണ 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 നോണ. പോ അച്ഛനടുത്ത് പോയിക്കോ, അമ്മ കറി ആക്കിയിട്ട് വിളിക്കാം കേട്ടോ. തേങ്ങ ചിരകട്ടെ, തേങ്ങ അരക്കട്ടെ. ഇവിടെ നിൽക്ക്. അയ്യോ ഇറങ്ങ്. അപ്പോൾ തേങ്ങ കുഞ്ഞിട്ട് പൊളിച്ച് തന്നു കേട്ടോ. പച്ചമാന്തളായിരുന്നു. അപ്പോൾ അത് തേങ്ങ അരച്ച് കറി വെക്കുന്ന കേട്ടോ ഇഷ്ടം. വെറുതെ മുളകിട്ട് വെക്കുന്നതിനേക്കാളും അത് പിന്നെ വറക്കണം. അമ്മയ്ക്ക് ശേഷം തരുമോ? മതി മതി അമ്മയ്ക്ക് മതി. ഇനി മോനത്തിനും ആദ്യം അതിക്ക് കൊടുക്കാം. അപ്പോൾ ടി വിയിൽ നീലമലരെ ആ പാട്ട് വന്നതേ. അത് വന്നപ്പോഴത്തേക്കും കുടു എന്നെ വിളിച്ചിട്ട് അമ്മേ നമ്മളെ പാട്ട് ഡാൻസ് കളിച്ച പാട്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കേട്ടോ. ഞാൻ അവിടെ അഴകേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പാട്ടൊക്കെ പാടി ഇങ്ങനെ കളിക്കാൻ കൂടു. ഒരു നാണം വരികയാണേ. കൊടു ഭയങ്കര ചീറ്റി കേട്ടോ. ഞാൻ കളിക്കുന്നുണ്ട് അവൻ ആകപ്പാടെ ഒരു കുറവ് എന്തൊക്കെയോ. അയ്യോ പിന്നെ ഞങ്ങൾ ഏതായാലും ഇയാൾ ചമ്മന്തി പൊടിച്ചിട്ടുണ്ട് കേട്ടോ. മോനിച്ചിൻ്റെ വക ചമ്മന്തി ഉണ്ട്. ഞാൻ തേങ്ങ ചിരകി ലേശം ബാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മോൻ്റെ ഒരു ചമ്മന്തി പൊടിക്കടാന്ന്. എന്നിട്ട് 1 മണിക്കൂർ പറഞ്ഞിട്ട് ഇപ്പോൾ 8:27 ചമ്മന്തി ആയി. അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ അവസാനം ചോറ് തീറ്റ. ചോറ് തിന്ന സമയമായിരുന്നു. അപ്പോൾ 9 മണിയൊക്കെ ആവാനായി കേട്ടോ. നേരത്തെ കഴിക്കണം എന്നാണ് ശരിക്കും എനിക്കിഷ്ടം. 7 മണിയൊക്കെ ആകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കരുത്. പക്ഷെ ഇപ്പോൾ എങ്ങനെയായാലും നേരം വൈകും. എല്ലാവരും എഴുന്നേറ്റ് പോയി. ഞാൻ തിന്നണ്ടെന്ന് ചോദിച്ചാലും അതും ഇതൊക്കെ തോണ്ടി തിന്ന് ഇവരെ കൂടിയിരിക്കും കേട്ടോ. ഇപ്പോൾ തടി കൂടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തടി കുറയ്ക്കണമെങ്കിൽ ഇപ്പോൾ ഷായിച്ചേട്ടൻ കളിയാക്കും. കുറയ്ക്കണമെങ്കിൽ തീറ്റ കുറയ്ക്കണമെന്ന് പറയും. അറിയാതെ കുറച്ച് മക്കളെ കൂടി ഇരിക്കണം കേട്ടോ. ഇനി എപ്പോഴാ എന്താണെന്നറിയാം. കണ്ടോ അവസാനം കുടു തിന്ന ചോറും പാത്രം കണ്ടോ? ഇതാണ് കുടുവിൻ്റെ ചോറും തീറ്റേൻ്റെ അവസ്ഥ കേട്ടോ. ഇതെല്ലാം പെറുക്കി വെക്കട്ടെ. സൈഡായിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ചവരൊക്കെ 2 പേരും ഇവിടെ സൈഡായിട്ടുണ്ട്. വരാൻ പറ്റൂല കേട്ടോ. കുടു അവിടെ ഒളിഞ്ഞു നിന്നോട്ടോ. കുടു അങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മമാർക്കുള്ളൊരു പണിയാണ് കേട്ടോ ഇത്. എല്ലാം ഒഴിവാക്കേണ്ടതെല്ലാം ഒഴിവാക്കി പെറുക്കി കൂട്ടി കഴുകി കമഴ്ത്തുക എന്നുള്ളത് ഒരു അമ്മമാരുടെ രാത്രിക്കത്തെ ഒരു പണിയാണ് കേട്ടോ. അത് കഴിഞ്ഞാലേ സത്യം പറഞ്ഞാൽ സമാധാനം ഉണ്ട് കേട്ടോ. ചൂലുണ്ടോ അമ്മയ്ക്ക്? അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വൈകുന്നേരം അലക്കി തുണികൾ വിരിച്ചിടുന്നത് കേട്ടോ. തുണി അവിടെ കൊണ്ടുവന്ന് വെച്ചു എന്നല്ലാതെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി കഴിഞ്ഞിട്ടാണ് ഞാൻ മിക്കവാറും രാത്രി വിരിച്ചിടാറ്. രാവിലെ ആണെങ്കിൽ മോനോട് പറയലാട്ടോ അവനെല്ലാം വിരിച്ചിട്ട് തരുക. വലിയ ആൾ മോന് അമ്മ അലക്കിയുണ്ട് നീ വിരിച്ചിടുന്ന് പറയും. അലക്കി കഴിഞ്ഞ് ഞാൻ വഴക്ക് പറയട്ടെ അവരെ ഷഡ്ഡിയും അതുപോലെ അവരെ അടിവസ്ത്രങ്ങൾ അവരുടെ ഡ്രസ്സൊക്കെ അവർക്ക് കഴുകാവുന്നതല്ലേ ഉള്ളൂ. അപ്പം കഴുകണമെന്ന് ഞാൻ നിർബന്ധം പറയാറുണ്ട് കേട്ടോ. പിന്നെ മിക്കവാറും ദിവസം കഴുകില്ല, മിക്കവാറും ദിവസം കഴുകും, ചില ദിവസങ്ങളിൽ കഴുകുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കയറി കിടന്നു കേട്ടോ. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ ശരീരം എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഇരുന്ന് ഉറങ്ങുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞാലല്ലേ. എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ. ഒരു പരിധി വരെ പെൺകുട്ടികൾക്ക് എന്താ പറയുക ഇത്
ശരിക്കും അത് സന്തോഷം തന്നെയാണ് കേട്ടോ, കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ള സന്തോഷം തന്നെയാണ്. പക്ഷേ അപ്പം നമ്മൾ മറ്റു പലതും ഇത്തിരി അധികം ത്യാഗം ചെയ്യേണ്ടി വരുമെന്നുള്ളൂ. പിന്നെ കുറച്ച് നേരമൊക്കെ പുസ്തകം വായിച്ചിരുന്നു കേട്ടോ. ഞാൻ ഒരു 2 മണിക്കൂറെങ്കിലും ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുക. പക്ഷേ അപ്പോഴത്തേക്കും പുറം വേദന തുടങ്ങും. അതുപോലെ തന്നെ ആവിട്ട് മടുക്കും, കണ്ണടഞ്ഞു പോകും കേട്ടോ. എന്താണെങ്കിലും ഒരു അരമണിക്കൂർ, ചില ദിവസം 1 മണിക്കൂർ ഇരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇതാന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കുമ്പോഴത്തേ ഉറങ്ങി വീഴും. അപ്പം ഞാൻ പുസ്തകം പൂട്ടിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റാൽ ഇത്ര ക്ഷീണം ഉണ്ടാവില്ല. രാത്രി എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയമായതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കൂട്ടുകാരെ. എല്ലാവരും ഉറങ്ങിയിട്ടോ, ഞാനും ഉറങ്ങട്ടെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും. കണ്ടില്ലേ, അപ്പോഴും ഉറങ്ങാതെ കൊടു ചേട്ടന്മാർ ഉറങ്ങി, കൊടു അപ്പോഴും ഉറങ്ങിയിട്ടില്ല കേട്ടോ. കൊടുവിനെ ഉറക്കാൻ കിടന്നാൽ ഞാൻ ഉറങ്ങും.